ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ മൈസൂർ പോയിട്ടുള്ള ഫസ്റ്റത്തെ ഡേ ആണ്. മൈസൂരിൽ നമ്മൾ എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് കാണുന്നത് എന്നൊക്കെയുള്ള കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഇത് എല്ലാവരും ഫുള്ളായിട്ട് ഇരുന്ന് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ ഉണ്ടാവണം. ഞാൻ വളരെ കുറച്ച് നാളായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ചാനലാണ്, യൂട്യൂബ് ചാനൽ. അപ്പോൾ അതിൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇന്നത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതേ നമ്മൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പോയി കുറച്ച് നേരം കടന്ന് റെസ്റ്റൊക്കെ എടുത്ത് പതുക്കെ നമ്മൾ ഒരു 2 മണി 2:30 ആകുമ്പോഴേക്കും ഞങ്ങൾ വേഗം മുകളിലേക്ക് എത്തിയിട്ട്, ഇവരാണെങ്കിൽ അപ്പോഴേക്കും നല്ല ഫുഡൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കും. അതാണ് ഇവരുടെ മെയിൻ സ്പെഷ്യാലിറ്റി. കാരണം കറക്റ്റ് ടൈമിൽ പ്രോപ്പറായിട്ട് വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് അവർ മുകളിൽ പോയി കിച്ചണിൽ നല്ല സൂപ്പറായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി നമുക്ക് സെർവ് ചെയ്ത് തരും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, വയറിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം പല സ്ഥലത്തുനിന്നും കഴിച്ചിട്ട് നമുക്ക് അതൊക്കെ അവരും നല്ല രീതിയിൽ നോക്കി നമ്മൾ ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ പറയും അവിടെ നിന്നൊന്നും വാങ്ങിച്ച് കഴിക്കരുത്, കാരണം വയറിന് അപ്സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ട്രിപ്പ് മൊത്തത്തിൽ ബാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ ഫുൾ ക്ലീൻ നീറ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെൻ്റെ വല്യമ്മയാണ് കേട്ടോ. അപ്പോൾ വല്യമ്മയും വല്യച്ഛനും കാരണമാണ് നമ്മൾ ഈ ട്രിപ്പിന് വന്നത്. എന്താ കാരണം വെച്ചാൽ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ഫോൺ കോൾ കാരണമാണ് നമ്മൾ ഈ ട്രിപ്പ് പെട്ടെന്ന് പ്ലാൻ ചെയ്തത്. ആ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ കാരണമായിട്ടുള്ളവരാണ് ഇവർ. കാരണം വല്യച്ഛനെ ഒന്ന് ഫോൺ ചെയ്തപ്പോഴാണ് ഇവരും ട്രിപ്പ് പോവാണ്, അപ്പം ഞങ്ങളും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൂടെ പോകുന്നതാട്ടോ. അപ്പോൾ വല്യമ്മയുടെ കൂടെ നിൽക്കുന്ന ആളെച്ചാൽ വല്യമ്മയുടെ അമ്മായിയാണ്. അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ ഫാമിലിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും അധികം പേര് ഓൾറെഡി നമ്മുടെ ഫാമിലിയിൽ നിന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ ചെന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ വണ്ടിയിൽ ഒരു 10-27 ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ സൂപ്പർ ജിൽ ആൾക്കാരാണ്. കാരണം ഒരുപാട് വെച്ചാൽ നമ്മൾക്ക് കുറേ കണക്ഷൻസ് ഈ പറഞ്ഞ പോലെ അവിടെ നിന്നൊക്കെ കിട്ടി. നല്ല സൂപ്പറായിട്ടായിരുന്നു നമ്മൾ. കാരണം നമ്മൾ ഒരു ട്രിപ്പ് പോകണമെങ്കിൽ ആ ട്രിപ്പിൻ്റെ ഉള്ളിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ അവരുടെ മൂഡ് പോലെ അനുസരിച്ചിരിക്കും നമ്മുടെ ട്രിപ്പിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഇച്ചിരി എല്ലാവർക്കും സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെങ്കിലും അവസാനം എത്തിയപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെയധികം ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോസൊക്കെ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഏതാണെന്നല്ലേ? അപ്പോൾ ഇതാണ് വേണുഗോപാല സ്വാമി ടെമ്പിളാണ് കേട്ടോ. അപ്പോൾ ഒരു അമ്പലമാണ്. ഇതിന് വേറെ പേരൊക്കെ അവിടെ പറയുന്നുണ്ട്. എനിക്ക് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയാത്ത കാരണം ഞാൻ പറയാത്തത് കേട്ടോ. അപ്പോൾ വേറെ എന്തെങ്കിലും പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടോട്ട് അറിയുന്നവരുണ്ടെങ്കിൽ. അപ്പോൾ എന്താ ശരിക്കും ഇതിന് പറയാമെന്നൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് വേണുഗോപാലസ്വാമി ടെമ്പിൾ എന്നാണ് പറയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോൺ അലൗഡ് അല്ല. ഫോൺ അലൗഡാണ്, ഉള്ളിലേക്ക് കയറ്റാനൊന്നും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഉള്ളിലത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അത്യാവശ്യം നല്ലൊരു തൂണൊക്കെ ആയിട്ട് എനിക്ക് ഡാൻസൊക്കെ കളിച്ച് എന്ത് രസമാണെന്ന് അറിയണ്ടാവുക. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയുള്ള നല്ല സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിൽ ഫുൾ പില്ലേഴ്സായിട്ട് നല്ല കുറേ തൂണൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കുച്ചിപ്പുടിയൊക്കെ കളിച്ച് നല്ല ഭംഗിയുണ്ടാവും. എന്ത് രസമാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു ലേക്ക് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ ഇതാണ് രസം, നല്ല രസമുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നടക്കലാണ് മെയിൻ. പിന്നെ അവിടെ തന്നെ ഒരു മണ്ഡപം പോലെ തന്നെ ഫുൾ നമ്മൾ ഇതിങ്ങനെ കറങ്ങി വരുന്ന സ്ഥലം മൊത്തം ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കുറച്ച് ഇടവിട്ടിട്ട് ഒരു മണ്ഡപം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ മണ്ഡപം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഡാൻസ് കളിച്ച് നല്ല ഭംഗിയുണ്ടാവും. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അല്ലേ എന്ത് രസമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിലേക്ക് കയറി. നമുക്ക് അടുത്ത സ്ഥലം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ വൃന്ദാവനിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മൈസൂർ വൃന്ദാവൻ അത്യാവശ്യം നല്ല ഫേമസ് ആണല്ലോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ പറഞ്ഞു ബാഗ്, സാധനങ്ങൾ, ആക്സസറീസ് ഒക്കെ സൂക്ഷിച്ചോളൂ, കാരണം അത്യാവശ്യം കളവ് ഇവിടെ നടക്കുമെന്നൊക്കെ പറഞ്ഞു. കാരണം ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ നിറച്ച് കടകളാണ്. അപ്പോൾ ഞാൻ പോണ വഴിക്കൊരു തൊപ്പിയൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ വാങ്ങിയിട്ടാണ് ഞാൻ അങ്ങനെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിറച്ച് കടകളാണ്, ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ ഉള്ളിലേക്ക് കടന്നു. പിന്നെ ഇച്ചിരി അത്യാവശ്യം നടക്കാനുണ്ട്, നല്ലോണം നടക്കാനുണ്ട് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ. അതാണ് ഒരു കാര്യമുള്ളത്. പിന്നെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഓരോ ഫോട്ടോസ് എടുക്കണ അതൊക്കെ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുറത്തും ഉള്ളിലൊക്കെ ആയിട്ട് അത്യാവശ്യം കടകളുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ചായയൊക്കെ കുടിച്ചിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നടക്കാണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചായയൊക്കെ വാങ്ങി. അപ്പോൾ ഈ ചായക്ക് 20 രൂപ കേട്ടോ, ഈ കുഞ്ഞ് ഗ്ലാസ്സിനുള്ള ചായ. അപ്പോൾ നമ്മൾ ഒരു 2 സിപ്പ് കുടിക്കാനേ ആ ചായ ഉണ്ടാവുള്ളൂ, കപ്പിൽ ഉണ്ടാവുള്ളൂ. നമ്മൾ മലയാളികൾക്ക് അത്യാവശ്യം വലിയ ഗ്ലാസ്സിൽ ചായ കുടിച്ചാലാണല്ലോ ഒരു തൃപ്തി വരിക. നമുക്ക് ഈ 2 സിപ്പ് കുടിച്ച് കഴിഞ്ഞാൽ അയ്യോ കുടിച്ചില്ലേ എന്നൊരവസ്ഥയാവും.
അപ്പോൾ അവരാണെങ്കിൽ നല്ല കടുപ്പത്തിൽ നല്ല മധുരത്തിൽ ചായ ഇടും, നമ്മൾ കുറച്ച് പാലിൽ കുറച്ചധികം വെള്ളമൊക്കെ വെച്ച് നമ്മൾ ചായ കുടിക്കും. അതാണ് നമ്മുടെ വ്യത്യാസം. അപ്പോൾ അതേ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ഇങ്ങനെ വൃന്ദാവൻ എന്നൊക്കെ വിചാരിച്ച പേര് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ അധികം പൂക്കൾ കൊണ്ട് നിറഞ്ഞ് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ ഫോട്ടോ എടുക്കും എന്നായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ വന്നപ്പോൾ ആകെ കൂടി ഒരു ചുവന്ന പൂവും ഒരു വയലറ്റ് പൂവും മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അതിൽ ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കാണാനൊക്കെ ഉണ്ട്, കുറേ ഗ്രാസൊക്കെ പുല്ലൊക്കെ വെച്ച് ഇങ്ങനെ വെട്ടി ഒതുക്കി നല്ല സെറ്റപ്പാക്കി നല്ല ഭംഗി കുറേ ഫോട്ടോസൊക്കെ കിട്ടും. പിന്നെ കൂടുതൽ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു വെച്ചാൽ ഈ വാട്ടർ ഷോ ആയിരുന്നു. കുറേ ഈ വെള്ളത്തിൻ്റെ കളികളായിരുന്നു മൊത്തത്തിൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ഈ വെള്ളം പല രീതിയിൽ പൊങ്ങുന്നു താഴുന്നു ഇതൊക്കെയായിരുന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് നിറച്ച് പൂക്കൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള നല്ല മനോഹരമായ ഗാർഡൻ ആയിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അതായിരുന്നില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ചെടികൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ പുല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങൾ കൂടുതലായിട്ട് എനിക്ക് തോന്നി. ഇങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള പൂക്കളായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അതധികം വളരെയധികം കുറവായിരുന്നു കേട്ടോ. അങ്ങനെ ഫുള്ളിങ്ങനെ എന്താ പറയുക, ഈ വാട്ടർ ഷോ ആണ്. ഇത് കണ്ട് നടക്കാൻ നല്ല രസമുണ്ട് ഈ വെള്ളത്തിൻ്റെ പരിപാടി. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്ന ഗാർഡൻ നമ്മളിങ്ങനെ പൂക്കളാണല്ലോ പ്രതീക്ഷിക്കുക, അതുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ കുറേ ഇങ്ങനെ സ്റ്റെപ്പും ഈ വാട്ടർ ഫോൾസും വെള്ളമായിരുന്നു മൊത്തത്തിൽ അവിടെ. അതായിരുന്നു മെയിനായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതേ ഇതാണ് മെയിനായിട്ട് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വ്യൂ. ഇങ്ങനെ വന്ന് നിന്ന് ഇങ്ങനെ ചില്ല് ചെയ്ത് നടക്കാൻ നല്ല സ്ഥലമാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന കുറേ പൂക്കളൊന്നും ഉദ്ദേശിച്ചത് ഇവിടേക്ക് വരരുത് കേട്ടോ. ഇങ്ങനെ കണ്ടില്ല, ഇങ്ങനെ ഗ്രാസൊക്കെ വെച്ച് ചെടികളൊക്കെ വെച്ച് ഇങ്ങനെ സെറ്റാക്കിയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ നല്ല 2-3 നല്ല ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അതല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഗാർഡൻ അല്ല. എൻ്റെ മാത്രം തെറ്റിദ്ധാരണയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചിരുന്നത് നിറയെ പൂക്കളുണ്ട്, ഇങ്ങനെ എന്താ പറയുക നല്ല ഭംഗിയായിരിക്കും എന്നാണ്. രസമൊക്കെ ഉണ്ട്, കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. അപ്പോൾ അതേ നമ്മൾ ഈ കയറിയതും ഇതുവരെ നടന്നതൊക്കെ തിരിച്ച് ഇതിൻ്റെ ഇരട്ടി നടക്കാണ്ട് ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഇനി നമുക്ക് എന്താ ഇനി കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ലൈറ്റ് ഷോ ഉണ്ട്. ഒരു വൈകിട്ട് ഒരു 7 മണി 6:30 ഒരു നേരത്ത് 15 മിനിറ്റ് ഉള്ളൂ ലൈറ്റ് ഷോ. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ ഇതിൻ്റെ ഏറ്റവും അറ്റത്തേക്ക് എത്തണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയി, അവിടെ എത്താൻ സമയമില്ലെങ്കിലോ വെച്ചിട്ട് ഓരോരുത്തരും ഇങ്ങനെ ഇറങ്ങിപ്പോയി. അപ്പോൾ അവരൊക്കെ വിളിച്ച് കയറ്റി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാട്ടോ പോണത്. അപ്പോൾ സത്യം പറയാൻ നമ്മൾ ഇച്ചിരി ഓടുണ്ട്, കാരണം അതെങ്ങാനും തുടങ്ങിയാലോ കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സമയം അറിയില്ല. അപ്പോൾ 15 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം നമ്മൾ അവിടേക്ക് എത്താട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു കുളം ഒരു എന്താ പറയുക, ഒരു തടാകം പോലെ ഉണ്ട്. തടാകമല്ലല്ലോ, എന്തോ ഒരു ഇതുണ്ട് കേട്ടോ. അത് കൂടെ വേണമെങ്കിൽ നമുക്കിങ്ങനെ കിടക്കാം. അതിൻ്റെ ഉള്ളിൽ ബോട്ടൊക്കെ ഇട്ടിട്ട് അവിടെ അവരങ്ങോട്ട് എത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ അവിടെ ഒരു പാലം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാലത്തിൽ കൂടെ ഇങ്ങനെ നടന്ന് വരിക കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എന്തുമാത്രം ആൾക്കാരാണെന്നറിയാൻ വന്നിരിക്കുന്നത്. ഇഷ്ടം പോലെ ആൾക്കാരാണ്. പ്രത്യേകിച്ച് എന്താ പറയുക, ഹോളിഡേ ആണല്ലോ. പിന്നെ ഇത് നമ്മൾ ഓൾറെഡി വീക്കെൻഡ് ഒന്നും അല്ല വന്നേക്കുന്നത്. ഇനി വീക്കെൻഡ് കൂടി ആണ് വന്നിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ ഇവിടെ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. आजा जिंद शामी गाने के तले, आजा जरी वाले नीले आसमाने के तले। आजा आजा जिंद
അപ്പോൾ ലൈറ്റ് ഷോ സൂപ്പറായിരുന്നു കേട്ടോ. കുറേ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാനതൊന്നും ഇട്ടിട്ടില്ല കാരണം നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് അതൊക്കെ കട്ടായി പോകും. അതുകൊണ്ട് ഞാനതൊന്നും വളരെ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ നമ്മുടെ എന്തായാലും കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ അത്യാവശ്യം സമയമുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ നല്ല പാടാണ്, കാരണം അത്രയും തിക്കും തിരക്കാണ്. ഇവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ കേട്ടോ. നമ്മൾ കയറുമ്പോൾ ഉണ്ടായിരുന്നത് പോലെയല്ല, നല്ല തിരക്കുണ്ട് അവിടെ. പിന്നെ കുറേ കടകളുണ്ട്, നമ്മളവിടെയൊക്കെ വിലയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഓരോന്ന് വാങ്ങുമ്പോഴും. പിന്നെ അവിടെ നമ്മുടെ ചക്ക വരെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ചക്കയ്ക്കൊക്കെ എത്ര 30 രൂപയോ ഒരു ചുളക്ക്. ഗൈസ്, നമ്മുടെ മൈസൂർ വൃന്ദാവനം ഫുൾ കണ്ടു തീർന്നു ഗൈസ്. ഇനി നമ്മൾ റൂമിലേക്ക് പോവാം കേട്ടോ. അതിൻ്റെ മുന്നേ ഇവിടെ നിറയെ കടകളുണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയായിരുന്നു കാർഡ്. നല്ല തിരക്കായതുകൊണ്ട് എങ്ങാനും കൂട്ടം തെറ്റിയാലോ എന്ന് പേടിച്ചിട്ട് കാർഡൊക്കെ എടുത്തിട്ടതാട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇത്ര നേരം കാർഡൊന്നും ഇല്ലാണ്ടായിരുന്നു നടത്താം. കുറേ നടന്നു ഗൈസ്. അപ്പോൾ അതേ നമ്മളിനി വണ്ടി കളക്കണോടത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്കിലിരിക്കുന്നവർ നല്ലോണം സ്റ്റക്കാവുണ്ട്. ഓരോ കട കയറുമ്പോൾ അവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ച് അന്വേഷിച്ചിട്ടാണ് നമ്മൾ അവിടെ നടന്നുകൊണ്ട് വരുന്നത്. പിന്നെ വണ്ടിയുടെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ കുറച്ച് എന്താ പറയുക കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും കേട്ടോ. ഇനി ഫുഡ് കഴിക്കേണ്ട ടൈമിനൊക്കെ വരണം, ഫുഡ് കഴിക്കേണ്ട സമയം കാര്യങ്ങളും ഇനിയുള്ള എന്താ പ്ലാൻ എന്നൊക്കെ നാളത്തെ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് പറഞ്ഞു തരും. പിന്നെ അങ്ങനെ നമ്മൾ റൂമിലെത്തി. ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മുടെ വല്യമ്മയുടെ പിറന്നാളാണ്. അപ്പോൾ പിറന്നാളായതുകൊണ്ട് തന്നെ കേക്കൊക്കെ ഒന്ന് മുറിച്ച് സെലിബ്രേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ കേക്കൊക്കെ ഓൾറെഡി നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വല്യമ്മ ഇനി കേക്ക് മുറിക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിനി കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി കേക്കൊക്കെ മുറിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നത്തെ ദിവസം നമ്മുടെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ കടക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കേക്ക് വരുന്നുണ്ട്. കേക്ക് വന്നു, ഇതാണ് കേക്ക്. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ കേക്കൊക്കെ മുറിക്കുക കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ നല്ല ചോറും സാമ്പാറും നല്ല മീൻ കറിയും പിന്നെ ഉപ്പേരിയും മോരുകറിയും നല്ല ചമ്മന്തി, നല്ല സൂപ്പർ ചമ്മന്തി ആയിരുന്നു. നല്ല അച്ചാറൊക്കെ കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ.